Hi students, അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എൻഡ് അപ്പ് ചെയ്തത് കോസ്റ്റ് ഒബ്ജക്റ്റീവ്സ് വരെയാണ്. അതിനകത്ത് നമ്മൾ എക്സ്പ്ലിസിറ്റി കോസ്റ്റ് എന്താണെന്ന് പറഞ്ഞു. എക്സ്പ്ലിസിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് വിസിബിൾ കോസ്റ്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മെറ്റീരിയൽ കോസ്റ്റ് ആണ്. മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽ കോസ്റ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് ദ കോസ്റ്റ് അറ്റ് വിച്ച് inventory items are recorded into the stock as well as subsequent valuation in the accounting records. അപ്പം മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻവെൻട്രി ഐറ്റംസിൽ വരുന്ന കോസ്റ്റസിനെയാണ് എന്തെന്ന് പറയുന്നത് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതെന്തായിരിക്കും? റെക്കോർഡഡ് ആയിരിക്കും. അതേപോലെ തന്നെ ഇത് അക്കൗണ്ടിങ്ങിൽ റെക്കോർഡഡ് ആയിരിക്കും. നമ്മുടെ എത്ര ഇൻവെൻട്രി ഐറ്റംസ് ഉണ്ട്, എത്ര ഇൻവെൻട്രി പ്രോഡക്ട്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡഡ് ആയിരിക്കും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലേബർ കോസ്റ്റ് ആണ്. ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കോസ്റ്റ് ഓഫ് ലേബർ ഇസ് ദ സാലറി വേജസ് പെയ്ഡ് ടു ദ employee plus related payroll, taxes and benefit. The term may also related to specific time period or a job, and if the employer is using a job costing system of track cost. അപ്പം ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ എംപ്ലോയേഴ്സിൻ്റെ അല്ലെങ്കിൽ ലേബേഴ്സിൻ്റെ സാലറി, വേജസ്, അതേപോലെ തന്നെ എന്തൊക്കെ എംപ്ലോയീസിന് പെയ്ഡ് ചെയ്യുന്ന സാലറി, വേജസ്, അതേപോലെ തന്നെ അവരുടെ പേറോള്, ടാക്സ്, അവർക്ക് കിട്ടുന്ന ബെനഫിറ്റ്സ്, ഇങ്ങനെയുള്ള ഓരോ കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ക്രാപ്പ് ഓർ റീവർക്ക് കോസ്റ്റ്. സ്ക്രാപ്പ് ഓർ റീവർക്ക് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീവർക്ക് കോസ്റ്റ് ഇസ് ദ മണി നീഡഡ് ടു ബി റിപ്പയർ ഓർ അഡ്ജസ്റ്റ് എ ഡിഫക്റ്റ് ഐറ്റംസ്. So it is meant its specification. In any business it is a serious problem because it reduces profit. In the idea of rework cost applies not only to defect that come up in manufacturing but also in construction and software development. അപ്പം സ്ക്രാപ്പ് ആൻഡ് റീവർക്ക് കോസ്റ്റ് എന്ന് പറയുന്നത് റീവർക്ക് കോസ്റ്റ് ഇസ് എ മണി നീഡഡ് ടു റിപ്പയർ. നമ്മളെന്താണ് റീവർക്ക്. അപ്പോൾ റീവർക്ക് എന്ന് പറയുന്നത് ആ ഒരു വേർഡ് തന്നെ കേട്ടാൽ നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചെയ്തൊരു ജോലി പിന്നെ നമ്മൾ റീവർക്ക് ചെയ്യുമ്പം നമുക്ക് എന്ത് ചെയ്യും, നഷ്ടം ഉണ്ടാവൂലേ. ആ ഒരു കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത് റീവർക്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മെയിൻ്റെനൻസ് കോസ്റ്റ് ആണ്. മെയിൻ്റെനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് മെയിൻ്റെനൻസ് എക്സ്പെൻസ് ആർ cost incurred when performing routine action to keep the assets in its original condition. Examples of maintaining cost include simple electrical repair, bulb replacement, paint touch-up, pool cleaning, leaven and care etc. Maintenance cost എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെ മെയിൻ്റെനൻസ് വരുന്നത്, ചിലപ്പോൾ എന്ത് ചെയ്യും, ഡ്രൈനേജ് ക്ലീൻ ചെയ്യണം, അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് റെഡിയാക്കണം. അങ്ങനെ വരുന്ന കുറച്ച് ചെറിയ ചെറിയ കോസ്റ്റസ് ഉണ്ട്. ആ ഒരു കോസ്റ്റസിനെയാണ് എന്തെന്ന് പറയുന്നത് മെയിൻറ്റെയിനിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇംപ്ലിസിറ്റി, ഇൻവിസിബിൾ ആൻഡ് ഹിഡൻ കോസ്റ്റ്. ഇംപ്ലിസിറ്റി കോസ്റ്റ് ആണ്. ഇംപ്ലിസിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് ആൻഡ് ഇംപ്ലിസിറ്റി കോസ്റ്റ് ഇസ് ആൻ കോസ്റ്റ് ദാറ്റ് ഹാസ് ഓൾറെഡി ഒക്കർഡ് but not necessarily shown or reported as a separate expense, and it represent an opportunity cost that arise when a company uses internal resource towards a project without any explicit compensation or utilization of resource. അപ്പം ഇംപ്ലിസിറ്റി കോസ്റ്റ് അല്ലെങ്കിൽ ഇംപ്ലിസിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻവിസിബിൾ ആയിട്ടുള്ള കോസ്റ്റ് ആണ്. കാരണം നമ്മുടെ ഒരു സിസ്റ്റത്തിലോ എവിടെയും റെക്കോർഡ് ചെയ്യപ്പെടാത്ത കോസ്റ്റ്. നമ്മൾ എന്താണ് ഒരു ഓണർ തമ്മിലുള്ള ടൈപ്പ് അല്ലെങ്കിൽ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പണമിടപാടുകൾ അല്ലെ, കമ്പനിയും ഓർഗനൈസേഷനും വേറൊരു ഓർഗനൈസേഷനും തമ്മിലുള്ള കമ്പനി ഇടപാടിനൊക്കെ എന്താണ് നമ്മൾ റെക്കോർഡിക്കലി ഉണ്ടാവില്ല, നമ്മൾ കാണാത്ത കോസ്റ്റാണ് അതൊക്കെ. അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഇംപ്ലിസിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹിഡൻ കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ്. ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ് ഇസ് ദ ടോട്ടൽ ഓഫ് ഓൾ ദ എക്സ്പെൻസ് റിലേറ്റഡ് ടു സ്റ്റോറിങ് അൺസോൾഡ് ഗുഡ്സ്. ദ ടോട്ടൽ ഇൻക്ലൂഡ്സ് ഇൻടാഞ്ചിബിൾ ലൈക്ക് ഡിപ്രിസിയേഷൻ and lost opportunity cost as well as warehousing cost. A business inventory carrying cost will generally total amount of 20% to
30% ഓഫ് ഇറ്റ്സ് ടോട്ടൽ ഇൻവെൻട്രി കോസ്റ്റ്. ഇൻവെൻട്രി കോസ്റ്റ് അല്ലെങ്കിൽ ഇൻവെൻട്രി ക്യാരിങ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇൻവെൻട്രി, നമ്മുടെ ഹോസ്പിറ്റലിലെ ഇൻവെൻട്രി മാനേജ്മെൻറ്റിൽ സ്റ്റോർ ചെയ്ത് അല്ലെങ്കിൽ അൺസോൾഡ് ചെയ്യാതെ കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻവെൻട്രി കോസ്റ്റ് അല്ലെങ്കിൽ ഇൻവെൻട്രി ക്യാരിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് സ്റ്റോക്ക് ഔട്ട്സ് ആൻഡ് ഷോർട്ടേജസ്. കോസ്റ്റ് ഓഫ് സ്റ്റോക്ക് ഔട്ട്സ് ആൻഡ് ഷോർട്ടേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് ഔട്ട് കോസ്റ്റസ് ആർ ദ കോസ്റ്റ് associated with the loss of opportunity caused by the exhaustion of the inventory. The exhaustion of the inventory should be result for various factors, and stockouts occur at any point of the supply chain. Effect and inventory management is the solution to avoid stock outs. അപ്പം സ്റ്റോക്ക് ഔട്ട്സ് ആൻഡ് ഷോർട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ സ്റ്റോക്ക് ഔട്ട് ചെയ്ത, നമ്മുടെ ഹോസ്പിറ്റലിൽ എന്താണ് ഈ ഗ്ലൗസ്, മാസ്ക് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും, മെറ്റീരിയൽ ഐറ്റംസ് ഉണ്ടാവും. അതൊക്കെ സ്റ്റോക്ക് ഔട്ട് ചെയ്ത് സ്റ്റോക്ക് ഔട്ട് ചെയ്തതിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽസും കാര്യങ്ങളുടെ ഒക്കെ ഷോർട്ടേജ് വന്നതിൻ്റെ കോസ്റ്റ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, കോസ്റ്റ് ഓഫ് സ്റ്റോക്ക് ഔട്ട്സ് ആൻഡ് ഷോർട്ടേജ് കോസ്റ്റസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഡിലേഡ് ഡെലിവറീസ്. കോസ്റ്റ് ഓഫ് ഡിലേഡ് ഡെലിവറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഡിലേ ഈസ് എ ഡയറക്റ്റ് ലോസ് ഓഫ് യുവർ കമ്പനി occurred by failing to deliver value to the market at the right time. When optimizing your process to reduce, you should calculate the expected cost of delay of any project and prioritize work according to the urgent and economic impact. അപ്പം കോസ്റ്റ് ഓഫ് ഡിലേഡ് ഡെലിവറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കമ്പനിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സാധനം സാധനം വാങ്ങിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അവരെന്ത് ചെയ്യും, ഈ ഒരു സാധനം ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിലേ ആവുക. അപ്പം നമുക്കുണ്ടാവുന്ന ആ നഷ്ടത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, കോസ്റ്റ് ഓഫ് ഡിലേഡ് ഡെലിവറീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗ്രിവേർനെസ് ആൻഡ് ഡിസാറ്റിസ്ഫാക്ഷൻ ആണ്. കോസ്റ്റ് ഓഫ് ഗ്രിവേർനെസ് ആൻഡ് ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് Governance may be any genuine or imaginary feelings of dissatisfaction or injustice which an employee experiences about his job and its nature, about the management policies and procedures, and it must be expressed by the employee and brought to notice the management and the organization. അപ്പോൾ എന്താണ് കോസ്റ്റ് ഓഫ് ഗ്രിവേർനെസ് ആൻഡ് ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ എന്തായിരിക്കും, നമ്മളൊരു പ്രൊഡക്റ്റോ കാര്യങ്ങളോ ഒക്കെ വളരെ ജെനുവിൻ ആയിട്ടായിരിക്കും എന്താ പറയുക പബ്ലിഷ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ കസ്റ്റമറിന് അതിനകത്ത് ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും. അത് മേ ബി നമ്മുടെ എംപ്ലോയി സ്റ്റാഫിൻ്റെ എക്സ്പീരിയൻസ് ഇല്ലായ്മ കൊണ്ടൊക്കെ ആയിരിക്കും അവരെ ഡിസാറ്റിസ്ഫൈഡ് ചെയ്യുക. അപ്പം അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്ന ഒരു കോസ്റ്റ്, കാരണം ആ ഒരു സമയത്ത് നമുക്കുണ്ടാവുന്ന കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, ഗവേർനെസ് ആൻഡ് ഡിസാറ്റിസ്ഫാക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് യൂണിറ്റി കോസ്റ്റ് ആണ്. യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്, ഈ യൂണിറ്റി കോസ്റ്റ് ഈസ് എ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻക്യൂർഡ് ബൈ എ കമ്പനി ടു പ്രൊഡ്യൂസ്, സ്റ്റോർ ആൻഡ് സെൽ one unit of a particular product or services. Unit costs are synonyms with cost of goods sold, and this accounting measure include all the fixed and variable costs associated with the production of a good service. അപ്പോൾ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ, അവരുടെ പ്രൊഡക്റ്റ്, അവരുടെ സ്റ്റോറ്, അതേപോലെ തന്നെ അവരുടെ 1 യൂണിറ്റ് ഓഫ് ഓരോ യൂണിറ്റും പെർട്ടിക്കുലർ ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെയും സർവീസസിൻ്റെയും ഓരോ യൂണിറ്റിൻ്റെയും എക്സ്പെൻഡിച്ചറിനെയാണ് എന്തെന്ന് പറയുന്നത്, യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻസ് ആണ്. അതിനകത്ത് ഫസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ഡിസിഷൻ ആണ്. സ്ട്രാറ്റജിക് ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഹോസ്പിറ്റലിൽ നയതന്ത്രമായിട്ടുള്ള ഒരുപാട് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കും. ആ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഡിറൈവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നല്ല രീതിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീം എന്ന് പറയുന്ന ഓപ്പറേഷൻ ടീം എന്ത് ചെയ്യും, ഒരുപാട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. അങ്ങനെ ആ തീരുമാനം എല്ലാവരുമായിട്ട് കൂടി ചേർന്ന് ഒരു ഡിസിഷൻ എടുക്കും.
ആ ഒരു ഡിസിഷനെയാണ് എന്തെന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ഡിസിഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് താഴെ പറയുന്നത് സർവീസ് സെലക്ഷൻ ആൻഡ് ഡിസൈൻ. ഹോസ്പിറ്റൽ വിൽ ഹാവ് ടു ഡിസൈഡ് what all services and specialties that are providing to the patients. ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ എന്തൊക്കെ സർവീസസ് ആണ്, എന്തൊക്കെ ഫെസിലിറ്റീസും എന്തൊക്കെ സർവീസസുമാണ് ഒരു ഹോസ്പിറ്റലിൽ നമ്മുടെ ഒരു പേഷ്യൻസിന് കൊടുക്കേണ്ടതെന്നുള്ളത് തീരുമാനിക്കുന്നത് ആരായിരിക്കും? ഒരു ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ടീമായിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജിക് ഡിസിഷനിൽ ആ കാര്യങ്ങളൊക്കെ ഇവർ ഡിസിഷൻ എടുക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രോസസ് സെലക്ഷൻ ആൻഡ് പ്ലാനിങ്. പ്രോസസ് സെലക്ഷൻ ആൻഡ് പ്ലാനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് ടേക്കിംഗ് ഡിസിഷൻ റിഗാർഡിംഗ് ടെക്നോളജി, മെഷീൻസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്. അപ്പോൾ ഇതെന്താണ്? എന്താണ് നമ്മുടെ ടെക്നോളജി, നമ്മുടെ മെഷീൻസ്, നമ്മുടെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ എങ്ങനെയൊക്കെ പ്രോസസ്സ് ചെയ്യണം, എങ്ങനെയൊക്കെ ഫങ്ഷൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ സ്ട്രാറ്റജിക് ഡിസിഷനിൽ ഇവർ ഡിസൈഡ് ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫെസിലിറ്റി ലേഔട്ടാണ്. ഫെസിലിറ്റി ലേഔട്ട് എന്ന് പറയുന്നത് facilities should be arranged in such a manner that the services can provided in smoother manner. അപ്പോൾ എന്താണ്? നല്ല സ്മൂത്ത് ആയിട്ടുള്ള മാനറിൽ എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഹാങ് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ട് രീതിക്ക് എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഫങ്ഷൻ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഫെസിലിറ്റീസ് ലേഔട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കപ്പാസിറ്റി പ്ലാനിങ് ആണ്. കപ്പാസിറ്റി പ്ലാനിങ് എന്ന് പറയുന്നത് റിഗാർഡിംഗ് ടോട്ടൽ നമ്പർ ഓഫ് ബെഡ്സ്, ഔട്ട് പേഷ്യൻറ്റ് ആൻഡ് നമ്പർ ഓഫ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റസ്. അപ്പോൾ എന്താണ്? നമ്മുടെ ബെഡ്സിൻ്റെ കപ്പാസിറ്റി നോക്കണം, ഔട്ട് പേഷ്യൻസ് എത്ര പേര് വന്നിട്ടുണ്ടെന്ന് നോക്കണം, നമ്പർ ഓഫ് ഡയഗ്നോസിസ് ടെസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കണം. ഇങ്ങനെയൊക്കെ അനുസരിച്ച് ഒരു കപ്പാസിറ്റി, എത്ര കപ്പാസിറ്റി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് എവിടെയാണ്? ഒരു സ്ട്രാറ്റജിക് ഡിസിഷനിലാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓപ്പറേഷണൽ ഡിസിഷനാണ്. ഓപ്പറേഷണൽ ഡിസിഷൻ എന്ന് പറയുന്നത് ഓപ്പറേഷണൽ ഡിസിഷൻ ഇൻക്ലൂഡ് സർവീസ് പ്ലാനിങ്. സർവീസ് പ്ലാനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് അലോക്കേറ്റിംഗ് റിസോഴ്സസ് അറ്റ് വേരിയസ് സർവീസസ് ഏരിയ. ഓപ്പറേഷണൽ ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഹോസ്പിറ്റലിൻ്റെ ഡേ ടു ഡേ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എങ്ങനെ ചെയ്യണം, എങ്ങനത്തെ സർവീസസ് കൊടുക്കണം, എങ്ങനെ സർവീസസ് പ്ലാൻ ചെയ്യണം, എങ്ങനെ സർവീസസ് കൺട്രോൾ ചെയ്യണമെന്നുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ എടുത്ത് അതിനനുസരിച്ചിട്ടുള്ള ഡിസിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഓപ്പറേഷൻ ഡിസിഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് സർവീസ് പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ അലോക്കേറ്റിട്ടുള്ള വേരിയസ് ആയിട്ടുള്ള റിസോഴ്സസും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് സർവീസ് പ്ലാനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സർവീസ് കൺട്രോൾ ആണ്. സർവീസ് കൺട്രോൾ എന്ന് പറയുന്നത് ഇറ്റ് എയിം ടു സീ ദാറ്റ് ദ ആക്ടിവിറ്റീസ് ക്യാരിഡ് ഓൺ ലൈൻ വിത്ത് പ്രീഡിറ്റർമൈൻഡ് സ്റ്റാൻഡേർഡ്. നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും ഒരു സ്റ്റാൻഡേർഡ് മീൻസ് നല്ലൊരു ഹൈ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ എല്ലാ സർവീസസും കാര്യങ്ങളും കൊടുക്കേണ്ടത്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് ഓപ്പറേഷൻസ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഈ ഓപ്പറേഷൻ ഡിസിഷൻസിൽ തന്നെ വരുന്നതാണ് ഇൻവെൻട്രി കൺട്രോൾ. ഇൻവെൻട്രി കൺട്രോൾ എന്ന് പറയുന്നത് ഇൻവെൻട്രി കൺട്രോൾ ഈസ് ദ ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻവെൻട്രി കൺട്രോൾ ഈസ് പ്ലാൻ അപ്രോച്ച് ഓഫ് ഡിറ്റർമൈനിങ് വാട്ട് ടു ഓർഡർ, വെൻ ടു ഓർഡർ ആൻഡ് ഹൗ മച്ച് ടു ഓർഡർ and how much to stock, and so that the costs associated with buying and storing are optimal without interrupting the production and sales. അപ്പം ഇൻവെൻട്രി കൺട്രോൾ എന്ന് പറയുന്നത് ഇൻവെൻട്രി കൺട്രോൾ ഇൻ ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻവെൻട്രി കൺട്രോൾ എന്ന് പറയുന്നത് എന്താണ് ഓർഡർ ചെയ്യേണ്ടത്, എവിടെയാണ് ഓർഡർ ചെയ്യേണ്ടത്, എത്രമാത്രം ഓർഡർ ചെയ്യണം, എത്രമാത്രം സ്റ്റോക്ക് വേണം, എത്ര കാര്യങ്ങൾ വാങ്ങിക്കണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അത് സെയിൽസിലാണെങ്കിലും പ്രൊഡക്ഷനിലാണെങ്കിലും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആ ഒരു മീൻസ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന ആ ഒരു മെക്കാനിസത്തിനെയാണ് എന്തെന്ന് പറയുന്നത് ഇൻവെൻട്രി കൺട്രോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റി കൺട്രോൾ ആണ്. ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് QC ആണ്. QC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ QC ഈസ് എ പ്രോസസ് ത്രൂ വിച്ച് എ ബിസിനസ് സീക്സ് ടു എൻഷുർ ദാറ്റ് ദ പ്രൊഡക്റ്റ് ക്വാളിറ്റി ഈസ് മെയിൻറ്റെയിൻഡ് ഓർ ഇംപ്രൂവ്ഡ്. ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ഇൻവോൾവ്സ് ടെസ്റ്റിംഗ് യൂണിറ്റ്സ് ആൻഡ് ഡിറ്റർമൈനിങ് if they are within the specification of the final product. അപ്പം ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ
ബിസിനസ്സിൽ നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ പ്രൊഡക്റ്റിലും നല്ലൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കാനും അതേപോലെ തന്നെ എന്ത് ചെയ്യുക നമ്മുടെ സാമ്പിൾസ് ആയിട്ടുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി പരിശോധിച്ച് അതൊരു ഫൈനൽ റിപ്പോർട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു ഫൈനൽ പ്രൊഡക്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മെയിൻ്റെനൻസ് ആൻഡ് റീപ്ലേസ്മെൻ്റ് ആണ്. മെയിൻ്റെനൻസ് ആൻഡ് റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് മാനേജ്മെൻറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് the process of maintaining company assets and the resources while controlling time and costs, thereby ensuring maximum efficiency of manufacturing process. Maintaining management has gone from an archaic, tedious, handwritten process to a computerized maintenance and management system. Software plan, tracks, measure, optimizes forms of maintenance program, tracks, measures and on one central system. Maintenance ആൻഡ് റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിലുള്ള എന്തെങ്കിലും മെയിൻ്റെനൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ ഫിക്സ് ചെയ്ത് നല്ല രീതിക്ക് ആയിട്ട് നമ്മുടെ എന്തെങ്കിലും കുറവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന് റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് മെയിൻ്റെനൻസ് ആൻഡ് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് കൺട്രോൾ. കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത് cost control focuses on increasing the total cost of production, while cost reduction focuses on decreasing per unit of cost of a product, and cost control is a temporary process in nature, unlike cost reduction which is a permanent process, and the process of quality control will be completed when a specified target is achieved. Cost reduction or control എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് കൺട്രോൾ ടോട്ടൽ കോസ്റ്റ് ഡിക്രീസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കോസ്റ്റ് റിഡക്ഷൻ ഫോളോ ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ കോസ്റ്റും നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റൊക്കെ എന്ത് ചെയ്യും ടെമ്പററിലി ഒന്ന് റിഡക്ഷൻ ചെയ്യും. എന്നിട്ട് ആ കോസ്റ്റും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യും നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത് കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സ്കോപ്പ് ഓഫ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ഇൻ ആൻ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി. ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിൽ നമ്മുടെ ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ സ്കോപ്പ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. A hospital is a complex and highly challenging workplace. The hospital administration has to run the hospital on day-to-day basis and render patient care, which is their primary objectives of hospital, with human resource, finance, ടെക്നിക്കൽ ആൻഡ് സപ്പോർട്ടീവ് സർവീസസ്. അപ്പം ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു വർക്ക് പ്ലേസ് ആണ്. നമ്മളൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഡേ ടു ഡേ ആയിട്ടുള്ള എല്ലാ പേഷ്യൻസിൻ്റെ കാര്യങ്ങളും അതേപോലെ തന്നെ ഹോസ്പിറ്റലിന് വേണ്ട പ്രൈമറി ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ്, ഫിനാൻസ്, ടെക്നിക്കൽ സപ്പോർട്ട് സർവീസസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ദേ ആർ നമ്പേഴ്സ് ഓഫ് ബോട്ടിൽ നെക്സ് ആൻഡ് ഡേറ്ററീസ് ഓഫ് ദ പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസ് ഓഫ് ദ ഹെൽത്ത് കെയർ സർവീസസ് ഡെലിവറി. നമ്മൾ എന്താണ് ഒരുപാട് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഒരു ദിവസം ഒരു ഹോസ്പിറ്റലിൽ സർവീസസിന് വേണ്ടിയിട്ട് ഡെലിവർ ചെയ്യുന്നുണ്ട്. Brand reputation of hospital depends on how quickly to resolve the issue and arise within the compensation, the quality and patient care. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലും ആ ഒരു ഹോസ്പിറ്റലിൻ്റെ റെപ്യൂട്ടേഷൻ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യും. ഞങ്ങൾ എപ്പോഴും എല്ലാ പേപ്പറും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്തും ഞാൻ എപ്പോഴും റെനായ് മെഡിസിറ്റിൻ്റെ ഒരു കാര്യം പറയും അല്ലേ. ആ ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ മരണം കൊണ്ട് ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ വളരെയധികം മോശമായിട്ടുള്ളൊരു വളരെയധികം ബാഡ് ഇമേജാണ് വന്നത്. അപ്പം ഇങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഈ ഒരു ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യും നല്ല ക്വാളിറ്റി സർവീസസും പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ ഈ ഒരു പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആവണം, നല്ല ക്വാളിറ്റി ഓഫ് സർവീസസ് പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും ഡേ ടു ഡേ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഓപ്പറേഷൻ ടീമിന് ഈ ഹോസ്പിറ്റൽ എന്ത് ചെയ്യും ഇംപ്ലിമെൻറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇവരെന്താ ചെയ്യുക Operation management is responsible for managing all the operational process of the hospital, which includes
all clinical and non-clinical department to have smooth working environment. ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ഹോസ്പിറ്റലിലെ എല്ലാ പ്രോസസ്സിങ്ങും ഡേ ടു ഡേ ആയിട്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിങ് ക്ലിനിക്കൽ ആണെങ്കിലും നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് നല്ല രീതിക്ക് ചെയ്ത് നല്ലൊരു വർക്കിംഗ് എൻവിറോൺമെൻറ്റ്, നല്ലൊരു സ്മൂത്ത് വർക്കിംഗ് എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം ഒരു ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ടീമിനാണ്. അപ്പം ഇത്രയും സ്കോപ്പാണ് ഒരു ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ടീമിന് ഒരു ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിൽ. കാരണം ഒരു ഹോസ്പിറ്റലിൽ ഡേ ടു ഡേ കാര്യങ്ങളെല്ലാം നിലച്ചു പോയി കഴിഞ്ഞുള്ള ഒരു അവസ്ഥയൊന്നും ആലോചിച്ചിട്ടുണ്ട്. അപ്പം ഇതൊന്നും നിലച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പറേഷൻ ടീമിനെ എവിടെ വേണം? ഒരു ഹോസ്പിറ്റൽ വേണം. ഇതാണ് ഒരു ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ ചലഞ്ചിങ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, ഒരു ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ ചലഞ്ചിങ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ ചലഞ്ചിങ് എന്താണെന്നുള്ളതാണ്. Efficient operations of hospital is one of the major concern areas for the management team of any organization as it involves multiple departments, numerous activities, intertwined process, involvement of staff at a different level, and more importantly, efficient use of scarce resource. As a result of such diversity, the challenges are also diverse and of varied intensity, which requires retailing and workings at a various level of the organization, and these challenges have a high impact on productivity, employee morale, and patient satisfaction. നമ്മുടെ ചലഞ്ചേഴ്സ് ഓഫ് ആൻ ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിലെ ഡേ ടു ഡേ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ആ ഒരു സമയത്ത് ഒരുപാട് ചലഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യും. എങ്ങനത്തെ ചലഞ്ചിങ്ങും കാര്യങ്ങളാണ് ഫേസ് ചെയ്യുന്നത്? ആദ്യം എന്ന് പറയുന്നത് ഇംപ്രൂവ് ആൻഡ് ഒപ്റ്റിമൈസ് പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിങ്. ഒരു ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ടീമിൻ്റെ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ടീം ഉണ്ടെങ്കിൽ ആ ടീമിൻ്റെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവരുടെ ഒരു ഹോസ്പിറ്റലിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഇംപ്രൂവ് ചെയ്യുക, പ്ലാനിങ്ങും ഷെഡ്യൂളിങ് ചെയ്യുക. ഒരു ഹോസ്പിറ്റൽ എന്തൊക്കെ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അതേപോലെ തന്നെ എന്താണ്, എത്ര ഫെസിലിറ്റീസ് ഓഫ് ബെഡ് ഉണ്ട്, എത്ര ബെഡ് കപ്പാസിറ്റി ഒരു ഹോസ്പിറ്റൽ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പം ഇങ്ങനെയൊക്കെ ചില സമയത്ത് ഒരു ഹോസ്പിറ്റൽ എന്താണ് പ്ലാനിങ്ങും ഷെഡ്യൂളിങ്ങും ഒക്കെ ചില സമയത്ത് റോങ് ആയിട്ട് വരാം. അവരുദ്ദേശിച്ച അത്ര ബെഡ് കപ്പാസിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വരും. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്താണ് ഒരു ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ടീം ഒരു ഹോസ്പിറ്റൽ വളരെയധികം വെല്ലുവിളികൾ നേരിടേണ്ടി വരും. അപ്പം ഇന്നത്തെ ക്ലാസ് നമ്മൾ ചലഞ്ചേഴ്സ് ഓഫ് ആൻ ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് വരെ പറഞ്ഞിട്ട് നമ്മൾ നിർത്തുകയാണ്. എനിവേ, ഹാവ് എ നൈസ് ഡേ ടു ഓൾ.